നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറാൻ ഭരണാധികാരിയായിരുന്ന ഖൊമേനിയുടെ കൊലപാതകത്തിനു ശേഷം സോഷ്യൽ മീഡിയയിൽ പലരും ഖൊമേനിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇടുകയുണ്ടായി. ഇത് കൂടാതെ മരണവുമായി ബന്ധപ്പെട്ട് ചില പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ടായി. ആരൊക്കെയാണ് ഖൊമേനിയെ സപ്പോർട്ട് ചെയ്യുന്നവർ? മതപരമായ കാരണങ്ങൾ കൊണ്ട് ഖൊമേനിയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അതായത് ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ്. ഇസ്ലാമിക നിയമങ്ങൾ പിന്തുടരുന്ന രാജ്യം എന്ന നിലയിൽ ചിലർക്ക് താല്പര്യം തോന്നാം. പല മുസ്ലിം രാജ്യങ്ങളും പാശ്ചാത്യ സ്വാധീനത്തെ എതിർക്കുന്നവരാണ്. ഇറാൻ അങ്ങനെ ഒരു നിലപാടുള്ള രാജ്യമായതിനാൽ പിന്തുണയ്ക്കുന്നുണ്ട്. കൂടാതെ ഷിയ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൂടുതൽ ചായ്വ് ഇറാനോടാണ്. ഈ മറ്റൊരു വിഭാഗം ആളുകൾ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് എതിരെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖൊമേനിയെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അമേരിക്കയെ സാമ്രാജ്യത്വ ശക്തി എന്ന് വിളിക്കുന്നത്? അമേരിക്കയുടെ വിദേശ നയം, സൈനിക ഇടപെടലുകൾ, സാമ്പത്തിക സ്വാധീനം, സാംസ്കാരിക സ്വാധീനം എന്നിവയിലൂടെ മറ്റു രാജ്യങ്ങളിലെ നയങ്ങളെ സ്വാധീനിക്കാൻ ഇവർക്ക് കഴിയുന്നു. ഇവരുടെ ലോകമെമ്പാടുമുള്ള സൈനിക താവളങ്ങളും മറ്റു രാജ്യങ്ങളിലെ രാഷ്ട്രീയത്തിലും സാമ്പത്തിക വ്യവസ്ഥയിലും ഉള്ള ഇടപെടലുകളുമാണ് ഇവരെ സാമ്രാജ്യത്വ ശക്തിയായി കണക്കാക്കുന്നതിനുള്ള കാരണങ്ങൾ. ഈ സ്വാധീനം ലോക സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും നല്ലതാണെന്ന് വാദിക്കുന്നവരുമുണ്ട്. എന്നാൽ ഇതിനെ വിമർശിക്കുന്നവരുടെ വാദം ഈ സാമ്രാജ്യത്വ നയം മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തിലേക്കുള്ള ഇടപെടലാണെന്നാണ്. അതായത് ആ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് സ്വയംഭരണം ഇല്ലാതാകുന്നു. സ്വാധീനം പലപ്പോഴും ലക്ഷ്യം വയ്ക്കുന്നത് അമേരിക്കയുടെ സാമ്പത്തിക നേട്ടങ്ങൾക്കാണെന്നും അത് ദരിദ്ര രാജ്യങ്ങളെ ചൂഷണം ചെയ്യാൻ കാരണമാകുന്നു എന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കാനും സർക്കാരുകളെ അട്ടിമറിക്കാനും അവർ ശ്രമിക്കുന്നുണ്ടെന്നും വിമർശകർ പറയുന്നുണ്ട്. പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് യുഎസിന്റെ ചില നയങ്ങളും ഇറാഖ് യുദ്ധം, മിഡിൽ ഈസ്റ്റിലുള്ള ഇടപെടലുകളൊക്കെ പലർക്കും അമേരിക്കയോട് അതൃപ്തി ഉണ്ടാവാൻ കാരണങ്ങളാണ്. ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്നും അമേരിക്ക പിന്മാറിയത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഭിന്നത വളരെയധികം വർദ്ധിപ്പിച്ചു. ഇറാനുമേൽ അമേരിക്ക നടത്തിയ സാമ്പത്തിക ഉപരോധം വഴി ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥ തകർന്നു. ഇത് അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതം ദുഷ്കരമാക്കി. അതായത് അവിടുത്തെ അവശ്യ സാധനങ്ങൾക്ക് വരെ വിലക്കയറ്റം ഉണ്ടായി. ഇറാന് മിഡിൽ ഈസ്റ്റിലുള്ള ഇടപെടലിനെയൊക്കെ അമേരിക്ക അതിരൂക്ഷമായി വിമർശിക്കുകയുണ്ടായി. ഇറാന്റെ ആണവ നയം, മനുഷ്യാവകാശ ലംഘനങ്ങൾ, ഭീകരവാദത്തിനുള്ള പിന്തുണ, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉപരോധങ്ങൾ അമേരിക്ക ഇറാനുമേൽ ചുമത്തി. ഇറാനിലെ ഹിജാബ് പ്രശ്നവും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രതിഷേധവും അടിസ്ഥാനപരമായി അമേരിക്കയുമായി ബന്ധമുള്ളതല്ല. എന്നാൽ മനുഷ്യാവകാശത്തിന് പ്രാധാന്യം നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അമേരിക്കയും ചില പാശ്ചാത്യ രാജ്യങ്ങളും ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും ഇടപെടുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ ഇതിനെ ഇറാൻ പാശ്ചാത്യ സമ്മർദ്ദമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. മതപരമായ കാരണങ്ങൾ കൊണ്ടും അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ടും ഖൊമേനിയെ സപ്പോർട്ട് ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട്. ഖൊമേനി എന്ന ഭരണാധികാരി തന്റെ രാജ്യത്ത് എങ്ങനെയാണ് ഭരണം നടത്തിയതെന്നും അവിടുത്തെ ജനങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയതെന്നും മനസ്സിലാക്കണം. 2022 മഹ്സ അമനി എന്ന 22 വയസ്സുള്ള പെൺകുട്ടി ഹിജാബ് പ്രോപ്പറായി ധരിച്ചില്ല എന്ന പേരിൽ അവിടുത്തെ മോറൽ പോലീസ് ടോർച്ചർ ചെയ്ത് കൊല്ലുന്നു. ഇതിനെതിരെ അവിടെ വൻ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. വിമൺ, ലൈഫ്, ഫ്രീഡം എന്ന മുദ്രാവാക്യവുമായി ആയിരങ്ങൾ തെരുവിലിറങ്ങുന്നു. നിർബന്ധിത ഹിജാബ് നിയമങ്ങൾക്കും സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനങ്ങൾക്കും എതിരെയായിരുന്നു ഈ പ്രതിഷേധങ്ങൾ. പാശ്ചാത്യ സ്വാധീനത്തെ എതിർക്കുകയും ഹിജാബ് നിർബന്ധമാക്കുകയും മതനിയമങ്ങൾ നിർബന്ധമാക്കുകയും ചെയ്ത ഭരണാധികാരികളുടെ കുടുംബങ്ങളാകട്ടെ മറ്റു പാശ്ചാത്യ രാജ്യങ്ങളിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടുകൂടിയും ജീവിതം ആഘോഷിക്കുകയും അവരുടെ ചടങ്ങുകളിൽ, വിവാഹമടക്കമുള്ള ചടങ്ങുകളിൽ ഹിജാബ് ധരിക്കാതെയും മതപരമായ കാര്യങ്ങൾ പാലിക്കാതെയും എന്നാൽ വെസ്റ്റേൺ രീതിയിലുള്ള ആഘോഷങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഇതേ സമയം അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും അവകാശത്തിനും വേണ്ടി തെരുവുകളിൽ തന്റെ ജീവനുകൾ ത്യജിക്കുകയായിരുന്നു. ഒരു വ്യക്തി അമേരിക്കയ്ക്ക് എതിരായതുകൊണ്ടും അല്ലെങ്കിൽ തന്റെ മതത്തിൽപ്പെട്ട ആളായതുകൊണ്ടും ആ വ്യക്തി ചെയ്ത ക്രൂരതകൾ എങ്ങനെയാണ് തെറ്റല്ലാതെ ആകുന്നത്? സാധാരണ ജനങ്ങളിലേക്ക് മതനിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് സ്ത്രീകൾക്കെതിരെ ഇത്രയൊക്കെ ക്രൂരത ചെയ്ത ഒരാൾക്ക് വേണ്ടി ഇതൊന്നും ബാധിക്കാത്ത, ഇതൊന്നും അനുഭവിക്കാത്ത ആളുകൾ പോരാളി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് എത്രത്തോളം മോശമായ കാര്യമാണ്. മതപരമായ കാരണങ്ങൾ കൊണ്ട് ഖൊമേനിയെ സപ്പോർട്ട് ചെയ്യുന്നവരെ മനസ്സിലാക്കാം.
എന്നാൽ അമേരിക്കയുടെ പ്രവൃത്തികളെക്കുറിച്ച് പറയാൻ ഖൊമേനിയെ വിശുദ്ധനാക്കുമ്പോൾ സത്യം പറയുന്നതിൽ നിന്നും മാറി വെറും പ്രീണനവും ഇതിലൂടെ കിട്ടുന്ന പ്രതിഫലവുമാണ് ചിലർ ലക്ഷ്യം വെക്കുന്നത്. തനിക്കെതിരെ രാജ്യത്ത് നടന്ന പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നുതള്ളിയ, സ്ത്രീകളുടെ കാര്യത്തിൽ കടുത്ത നിലപാടുകളെടുത്ത, ഹിജാബ് നിർബന്ധമാക്കിയ ഒരു നേതാവ് കൂടിയാണ് ഖൊമേനി എന്ന് പറയാൻ എന്തിനാണ് മടിക്കുന്നത്? അമേരിക്ക അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നതിനോടൊപ്പം തന്നെ ഖൊമേനി ചെയ്ത കാര്യങ്ങൾ കൂടി പറയേണ്ടതല്ലേ? ഒരു വിദേശ ഭരണാധികാരി തന്റെ രാജ്യത്ത് നടത്തിയ അനീതികളെപ്പറ്റിയും സ്ത്രീകൾക്കെതിരെ നടത്തിയ അക്രമങ്ങളെപ്പറ്റിയും അവിടെ വിധിച്ച ഭീതിയെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ എന്തിനാണ് അങ്ങനെ പറയുന്നവരെ സംഘിയെന്നും വർഗീയവാദിയെന്നും ഹിന്ദുത്വവാദിയെന്നൊക്കെയുള്ള ലേബലുകൾ ചാർത്തുന്നത്? ഇങ്ങനെ ചാർത്തുന്നവരുടെ ലക്ഷ്യം എന്താണ്? ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞാൽ എന്താണ് പ്രശ്നം? ഇതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം?